കപ്പലിൽ എന്താണ് ഭക്ഷണം? കപ്പലിൽ ഇഡലി, ദോശ, പുട്ട്, അപ്പം ഇതൊക്കെ കിട്ടും. എത്ര വേണോ ഭക്ഷണം കഴിക്കാം? മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഏറ്റവും ഫ്രീക്വന്റ് ആയി കേൾക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ ചോദിച്ചത്. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരാഴ്ചയിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ആപ്പുകൾ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയും. എന്നാൽ മൈലുകൾക്കപ്പുറം മൊബൈൽ നെറ്റ്വർക്ക് പോലും എത്താത്ത അങ്ങ് കടലിൽ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന എന്നെ പോലുള്ളവർക്ക് ഈ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ എന്താണ് കഴിക്കുന്നത്? വാ നോക്കാം. ഹലോ ഗൈസ്, വളരെ കാലത്തിന് ശേഷം എല്ലാവർക്കും വലിയ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. കപ്പലിൽ ഇഡലി, ദോശ, പുട്ട്, അപ്പം ഇതൊക്കെ കിട്ടും. എത്ര വേണോ ഭക്ഷണം കഴിക്കാം? കപ്പലിൽ എന്താണ് ഭക്ഷണം? ഒരു മർച്ചന്റ് കപ്പലിൽ സാധാരണയായി ഒരു 20 മുതൽ 25 പേരാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കപ്പൽ ഒരു തുറമുഖം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ലോകമാണ്. അടുത്ത 1 മാസം അല്ലെങ്കിൽ 2 മാസം, ചിലപ്പോൾ അതിലും കൂടുതൽ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഈ കപ്പലിനകത്തുള്ളതൊക്കെ വെച്ചാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ബിരിയാണി വെച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഉള്ളി ഇല്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ ഉള്ളി വാങ്ങാനായിട്ട് പോകും. പക്ഷെ കടലിൽ നിൽക്കുന്ന നമുക്ക് ഉള്ളി വാങ്ങാനായി തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. സോ എല്ലാം ഒരു പ്ലാനിങ്ങിലാണ് നടന്നു പോകുന്നത്. ഈ ഭക്ഷണം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരാളെ പരിചയപ്പെടണം. ചീഫ് കുക്ക്. കടലിലൂടെ സെയിൽ ചെയ്യുന്ന എല്ലാ കപ്പലിലും ചീഫ് കുക്ക് എന്ന റാങ്കിൽ ഒരു പ്രൊഫഷണൽ സർട്ടിഫൈഡ് കുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ചീഫ് കുക്കാണ് കപ്പലിലെ എല്ലാ ഭക്ഷണവും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടും? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനിങ് വരുന്നത്. ഒരു കപ്പൽ ഒരു തുറമുഖത്തേക്ക് എത്തുന്നതിന് വളരെ മുന്നേ തന്നെ അടുത്ത ബോട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം. അപ്പൊ ഇത് പ്ലാൻ ചെയ്യാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോർട്ട് കഴിഞ്ഞ് അടുത്ത പോർട്ടിലേക്ക് എത്താൻ എത്ര ദിവസമുണ്ട്, എത്ര പേരാണ് കപ്പലിലുള്ളത്, ഒരാൾ ഒരു ദിവസം അപ്രോക്സിമേറ്റ് എത്ര ഭക്ഷണം കഴിക്കും. അപ്പൊ കപ്പലിലെ ക്യാപ്റ്റനും ചീഫ് കുക്കും കൂടെ ചേർന്നാണ് ഈ പ്ലാനിങ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത ലിസ്റ്റ് തയ്യാറായി. ഇനി ഈ ലിസ്റ്റ് കപ്പലിന്റെ ക്യാപ്റ്റൻ കമ്പനിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഇനി കപ്പൽ മാനേജ് ചെയ്യുന്ന നമ്മുടെ കമ്പനി ഈ ലിസ്റ്റിനെ നന്നായിട്ടൊന്ന് പരിശോധിച്ച് നല്ല വില കൂടിയ 2-3 സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഈ ലിസ്റ്റിനെ ഫൈനലൈസ് ചെയ്യും. ഇവിടെ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൂടെ പരിചയപ്പെടണം. ഷിപ്പിന്റെ ഏജന്റ്. നമ്മുടെ കപ്പൽ ഏത് പോർട്ടിലോട്ടാണോ പോകുന്നത് ആ പോർട്ടിൽ നമ്മുടെ കമ്പനി ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിന്റെ വരവ്, പോക്ക്, അതിന്റെ പേപ്പർ വർക്കുകൾ, അതുപോലെ പോർട്ടിലുള്ള നമ്മുടെ ഓപ്പറേഷനുകളെല്ലാം സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ കമ്പനി ഏജന്റിന് ഈ ലിസ്റ്റ് ഫോർവേഡ് ചെയ്യുകയും ഈ ഏജന്റ് ആ പോർട്ടിന് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് മുതലാളി വഴി ഫൈനൽ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും കപ്പലിലേക്ക് എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യും. ഈ സൂപ്പർ മാർക്കറ്റ് മുതലാളി എന്ന് ഞാൻ പറഞ്ഞതിന് ഷിപ്പിങ്ങിന് നമ്മൾ അവരെ വിളിക്കുന്നത് ഷിപ്പ് ചാനലേഴ്സ് എന്നാണ്. അപ്പോൾ ഈ ഷിപ്പ് ചാനലറാണ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കപ്പലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മളിത് വാങ്ങി എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിയാൽ മാത്രം പോരല്ല, ഇതിനെ നന്നായി സൂക്ഷിക്കുകയും വേണ്ടേ. അപ്പൊ കപ്പലിൽ മീനും മാംസവും ഒക്കെ സൂക്ഷിക്കാനായി ഫ്രീസർ മുറികളുണ്ട്. ഇതിനകത്താണ് ചിക്കൻ, ബീഫ്, മട്ടൺ, പോർക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വച്ചിരിക്കുന്നത്. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് വേറൊരു വെജിറ്റബിൾ റൂമുണ്ട്. അരി, പഞ്ചസാര, ജ്യൂസ് പോലുള്ള സാധനങ്ങൾ വെക്കാനായി ഒരു ഡ്രൈ പ്രൊവിഷൻ സ്റ്റോറും ഉണ്ട്. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഞാൻ പറഞ്ഞില്ല, വെള്ളം. അതിനിപ്പോ എന്താ, കടലല്ലേ, ചുറ്റിനും വെള്ളമാണല്ലോ. വാട്ടർ എവ്രിവെയർ, നോട്ട് എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇത് സാമുവൽ ടൈലർ കോൾറിഡ്ജിന്റെ 1798 ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മെറീനർ എന്ന പോയത്തിൽ നിന്നും എടുത്ത ലൈൻസ് ആണ്. അതായത് ചുറ്റിനും എങ്ങും വെള്ളമാണെങ്കിലും അതിൽ ഒരു തുള്ളി പോലും കുടിക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് കടലിലെ സത്യാവസ്ഥ. പക്ഷെ നമ്മൾ ദാഹിച്ച് വലയുകയോ ഉപ്പുവെള്ളം കുടിക്കുകയോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. കപ്പലിൽ ഒരു ഫ്രഷ് വാട്ടർ ജനറേറ്റർ ഉണ്ട്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ ഉപ്പുവെള്ളത്തിൽ നിന്നും ഫ്രഷ് വാട്ടർ ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം. കടലിൽ നിന്ന് ഉപ്പുവെള്ളം എടുക്കുന്നു, അതിലെ ഉപ്പ് റിമൂവ് ചെയ്യുന്നു, ഫ്രഷ് വാട്ടർ ലഭിക്കുന്നു. ഞാൻ പറഞ്ഞത്ര സിമ്പിൾ അല്ല കേട്ടോ, ഇതൊരു വലിയ മെഷീനാണ്. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യത്തിന് ഏറ്റവും സിമ്പിൾ ഉത്തരമാണ് കപ്പലിൽ ഇഡലി, ദോശ, പുട്ട്, അപ്പം, പൂരി, കടല ഇതെല്ലാം കിട്ടും.
പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സമുദ്രത്തിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു നെസസിറ്റി മാത്രമല്ല, അതൊരു വികാരം കൂടെയാണ്. മാസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു ഹോം ഫീലിംഗ് ഒക്കെ തരുന്ന ഒന്നാണ് ഭക്ഷണം. നമുക്ക് എല്ലാവർക്കും പലപ്പോഴും ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ ഒരു സിമ്പിൾ കറിയോ നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ തന്നെ ഒരു മൂഡ് മാറ്റിയിരിക്കും. കരയിലായാലും കടലിലായാലും നല്ല ഭക്ഷണത്തിന് അത് കഴിക്കുന്നവരുടെ വയറ് മാത്രമല്ല, മനസ്സ് നിറയ്ക്കാനുള്ളൊരു കഴിവുണ്ട്. വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ കടലിനെ പറ്റിയും ഈ ലോകത്തെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളും രഹസ്യങ്ങളും അറിയാനായി ഗലീലിയോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.